ഹായ്, ഇന്ന് വൈസ്റ്റോൺ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. 32 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് ഇപ്പം റിട്ടയറായി നാട്ടിൽ സെറ്റിലായിട്ടുള്ള ശ്രീ കുഞ്ഞോക്കനാണ്. പേഴ്സണലി എൻ്റെ കുട്ടിക്കാലം മുതൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. യുവതലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ അങ്കിളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അങ്കിൾ, നമ്മളിപ്പം വിദേശത്തോട്ട് ഇപ്പം ഫോറിൻ രാജ്യത്ത് പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പോയി സെറ്റിലാവുക, അങ്ങനെയുള്ള ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളാണുള്ളത്. അപ്പോൾ അവർക്ക് നമുക്കൊരു അല്ലെങ്കിൽ അങ്കിളിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഞാനൊക്കെ ഗൾഫിൽ പോയിരുന്ന കാലത്തെ അവസ്ഥയല്ലേ ഇന്ന് പൊതുവേ വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ നിയമിക്കണമെങ്കിൽ അക്കാദമിക്കൽ യോഗ്യതയേക്കാൾ ഉപരിയായിട്ട് അവർ ഓരോരോ കാര്യത്തിൽ പെർഫോം ചെയ്യുന്ന അതും കൂടി നോക്കുന്നുണ്ട്. മുമ്പൊക്കെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവരെ റിക്രൂട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്നതല്ല, കുറച്ചും കൂടി പ്രാഗൽഭ്യം, സ്വന്തം കഴിവിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കും. അത് നമ്മൾ പ്രകടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ അവർ നിയോഗിക്കുള്ളൂ. പൊതുവേ ഇന്ന് കുട്ടികളൊക്കെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് പെർഫോം ചെയ്യാന്നുള്ള മേഖലയിൽ പഠിച്ച് പെർഫോം ചെയ്ത് എന്താണോ അതിൽ നിന്ന് കിട്ടുന്നത് അത് സ്വീകരിച്ചിട്ട് പോയാൽ മാത്രമേ ഗുണമുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.